പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. ദാറ്റ്സ് റൈറ്റ്. ഈ ഇന്റർവ്യൂവിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള ഞങ്ങളുടെ ഏത് ശാഖയിലും ജോലി ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ? ഒരു ജോലി തരികയാണെങ്കിൽ എവിടെ പോകാനും തയ്യാറാണ് സാർ. നിങ്ങൾക്ക് എത്ര കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്? ഇങ്ങനെ ഇന്റർവ്യൂ പോകുന്ന കാര്യമാണെങ്കിൽ എനിക്ക് 4-5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. പരിഹസിക്കുകയാണോ? ആരെങ്കിലും ഒരു ജോലി തരാതെ എങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടാവാനാണ്? ഒരു ജോലിക്ക് വേണ്ടിയുള്ള എന്റെ 25ാമത്തെ ഇന്റർവ്യൂ ആണിത്. അതൊന്നും ഞങ്ങൾക്കറിയേണ്ട ആവശ്യമില്ല. ഇവിടെ ചുരുങ്ങിയത് 3 വർഷത്തെയെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് ആവശ്യം. നിങ്ങളുടെ പരസ്യത്തിൽ ഇക്കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ. പരസ്യത്തിൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് ഞങ്ങളാണ്. നെക്സ്റ്റ്. എന്താ ഉണ്ണികൃഷ്ണ, വല്ല രക്ഷയുണ്ടോ? അവർ ജോലിക്ക് ആളെടുക്കാനല്ല ഇന്റർവ്യൂ നടത്തുന്നത്. 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണമത്രേ. അപ്പോ അയാളുടെ മകൾക്ക് വിവാഹം നടക്കുമ്പോഴും ചെറുക്കന് എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിക്കുമായിരിക്കും അല്ലേ? ഈ ഇന്റർവ്യൂ വെറുതെ അല്ലേ? കമ്പനിക്ക് ആവശ്യമുള്ളവരെ അവർ നേരത്തെ തന്നെ തെരഞ്ഞെടുത്തു കഴിഞ്ഞു. എന്ന് ആര് പറഞ്ഞു? ഈ കമ്പനിയിൽ തന്നെ ജോലി ചെയ്യുന്ന എന്റെ ഒരു സ്നേഹിതൻ. എന്ത്? ഈ ജോലിക്ക് 25,000 വരെ തരാൻ ആളുകളുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, വേണ്ടത് ഒരാളെ മാത്രം. അത് നിങ്ങളുടെ ഈ മകന് കൊടുക്കാമെന്ന് നേരത്തെ തന്നെ തീരുമാനിക്കുകയും ചെയ്തു. ഇതിൽ ഗോപിനാഥിന് എന്തെങ്കിലും നഷ്ടം വരുമെന്ന് വിചാരിക്കാനില്ല. എന്റെ മകനൊരു ജോലി ലഭിച്ചാൽ 25,000-ഉം 50,000-ഉം ഒക്കെ സ്ത്രീധനം തരാൻ പലരും തയ്യാറുണ്ട്. എന്റെ മകന് നൽകുന്ന ഈ ജോലി ഗോപിനാഥിന്റെ മകൾക്കുള്ള സ്ത്രീധനമായി കണക്കാക്കിയാൽ മതി. ഞങ്ങൾ അത് സ്വീകരിച്ചുകൊള്ളുകയും ചെയ്യാം. നീ എന്നാണ് BSc പാസ്സായത്? കഴിഞ്ഞ വർഷം. നിനക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്? എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. വേണ്ട, നീ ഇന്റർവ്യൂവിന് വന്നിരുന്നു. എടാ, നിങ്ങൾ അവിടെ ഇരിക്കണം, അവർ സംസാരിക്കട്ടെ. തന്നോടാ ചോദിച്ചത്. താൻ ഇന്റർവ്യൂവിന് വന്നിരുന്നു? ഇല്ല. താൻ ആരോട് ഇതൊക്കെ ചോദിക്കാൻ? ഞാൻ തനിച്ചല്ല, എന്റെ കൂടെ കുറെ പേർ കൂടി വന്നിട്ടുണ്ട്. ഓഹോ, അപ്പോൾ നിങ്ങൾ സംഘം ചേർന്ന് ആക്രമിക്കാൻ വന്നാണല്ലേ? ഇന്റർവ്യൂ ഒരു പ്രഹസനം നടത്തി ഞങ്ങളെയൊക്കെ വഞ്ചിച്ചതിന് പകരം ചോദിക്കാൻ വന്നത് തന്നെയാണ്. പൊതുസ്ഥാപനങ്ങളുടെ ഉദ്യോഗം നിങ്ങളുടെ മക്കൾക്കൊക്കെ സ്ത്രീധനമായി കൊടുക്കാനുള്ളതല്ല. മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയില്ലെങ്കിൽ ഞങ്ങൾ പോലീസിനെ വിളിക്കും. പോലീസുകാർ നിങ്ങളുടെ അടുക്കള ജോലിക്കാരൊന്നുമല്ല. അവർ ഈ നാട്ടിൽ നീതിയും നിയമവും പാലിക്കുന്നവരാണ്. പോലീസിനെ വിളിക്കണം. ഈ അനിയിൽ അവരോടൊന്ന് അറിയട്ടെ. പോലീസിനെ വിളിക്കാൻ. പ്ലീസ് പ്ലീസ് സമാധാനമായിരിക്കും. നമുക്ക് പോലീസും വേണ്ട, പട്ടാളവും വേണ്ട. ഉണ്ണിക്കിപ്പോ എന്താ വേണ്ടത്? അന്യായമായി നിങ്ങൾ നടത്തിയ ഈ നിയമനം റദ്ദ് ചെയ്യണം. എന്നിട്ട് ഇന്റർവ്യൂവിന് വന്നവരുടെ യോഗ്യത നോക്കി പുതിയ നിയമനം നടത്താം. അത് നിങ്ങൾ പറയണ്ട, ഇദ്ദേഹം പറയട്ടെ. അങ്ങനെ ചെയ്തു കൊള്ളാം. അത് ചെയ്തില്ലെങ്കിൽ നിങ്ങളെ കാണാൻ വേണ്ടി വീണ്ടും ഞങ്ങൾ ഇവിടെ വരേണ്ടി വരും. ഓർമ്മിച്ചോ?